വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേദിവസം എൻ്റെ ഉപ്പയമ്മയും നൗഷേഖാൻ്റെ ഉപ്പയൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കുറച്ച് മുമ്പ് കണ്ടത്. അപ്പോൾ ഉമ്മ എനിക്ക് വന്നപ്പോൾ ഞാൻ മല്ലിയൊക്കെ ഉണക്കി വെച്ചിരുന്നു, അതൊക്കെ ഒന്ന് വറുത്ത് തരികയാണ് കേട്ടോ. അതിലേക്ക് ഫസ്റ്റ് തന്നെ ഉമ്മ ഇട്ടത് പട്ട, ഗ്രാമ്പു, ഏലക്കായ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 2 പിടി ഉണക്കമുളകാണ്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ മണിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമഞ്ഞളും കൂടി ഒരു 2 പിടി ഇട്ട് കൊടുക്കും. എന്നാൽ പിന്നെ ഈ ഒരു മല്ലിപ്പൊടി മാത്രം ഇട്ടാൽ മതിയാവും കേട്ടോ നമ്മളെ ബീഫ് കറിയിലേക്കൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അതൊക്കെ വറുത്ത് ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം ഒക്കെ കൊണ്ടുപോയി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് അത്താഴത്തിന് പിന്നെ നമുക്ക് ചീരൻ്റെ ഇല വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചീരൻ്റെ ഇലയൊക്കെ നുള്ളിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് എളുപ്പമാണല്ലോ. പിന്നെ അത്താഴത്തിൻ്റെ സമയത്ത് രാത്രി തന്നെ എല്ലാം ആക്കി വെക്കും കേട്ടോ ഞാൻ, എന്നിട്ടേ കിടക്കുള്ളൂ. ചില ടൈമിൽ എനിക്ക് പറ്റാറുണ്ട് കേട്ടോ, ക്ഷീണം കൊണ്ട് നമ്മളങ്ങ് ഉറങ്ങി പോവുകയും ചെയ്യും. അലാറൊക്കെ അടിച്ചിട്ട് അങ്ങനെ അങ്ങ് തീർന്നിട്ടുണ്ടാവും, ഒന്നും അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. നമുക്ക് ആവശ്യമുള്ള കറിവേപ്പിലൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് ഞാൻ ബോക്സിലാക്കി വെക്കും. എന്നാൽ പിന്നെ ഓരോന്നിനും ഇങ്ങനെ ഇറങ്ങി ഓടി വരണ്ടല്ലോ കറിവേപ്പില പറിക്കാൻ. പിന്നെ ഫ്രഷായിട്ട് നമുക്ക് അങ്ങനെ പറിച്ചിട്ടിടണം എന്ന് ചില സാധനങ്ങളിൽ തോന്നൂലേ, അപ്പോൾ ഞാൻ വന്നിട്ട് പറിച്ചെടുക്കും. അപ്പോഴേക്കും ഇതാ വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ നൗഷേഖാൻ്റെ ഉപ്പ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ എനിക്ക് വാഴൻ്റെ കൊലയൊക്കെ വെട്ടാനായിട്ടുണ്ട്, അപ്പോൾ ഏതാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പോഴേക്കും ഇതാ മരുനമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കിച്ചണിലേക്ക് വന്നതാണ്. അരിയൊക്കെ ഇടുകയാണ് കേട്ടോ. നമുക്ക് പിന്നെ അത്താഴത്തിന് ചോറ് വേണമല്ലോ. ഇവിടെ ചോറും താളിച്ച കറിയും എന്തെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്തതും അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ അത്യാവശ്യമാണെങ്കിൽ ഉപ്പേരിക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കും, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് താളിച്ചതും എന്തെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്തതും അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചീരയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അതൊക്കെ ഒന്ന് കഴുകി നന്നാക്കിയതാണ്. ഇനി അതൊക്കെ ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുമുണ്ട്. നമുക്ക് ചീരൻ്റെ ഇല താളിക്കാനിതാ വെച്ചിട്ടുണ്ട്. അതൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്കിനി വേഗം തന്നെ കിടക്കാമല്ലോ. പിന്നെ ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം വേഗം പോയിട്ട് കിടന്നിട്ടുണ്ട്. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റിട്ടുള്ളത്. പിന്നെ ഞാൻ കുട്ടികളൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ആണ് പിന്നെ കുറച്ച് സമയം കിടക്കുന്നത്. അപ്പോൾ അതുവരെ പുതപ്പ് ഇങ്ങനെ ഇടണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ ഓതാനും ഇതിനൊക്കെ നിന്നാൽ നമുക്ക് ഉറക്കമൊന്നും വരില്ല. അതുകൊണ്ട് ഞാൻ ഈ നമ്മൾ അത്താഴം കഴിഞ്ഞതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഓതി പിന്നെ കുട്ടികളെ പറഞ്ഞേക്കാനുള്ളത് എന്തെങ്കിലും നോമ്പില്ലാത്തവരാണെങ്കിൽ അങ്ങനെ റെഡിയാക്കിയിട്ട് അങ്ങനെ പറഞ്ഞേക്കും കേട്ടോ. പിന്നെ ഫത്തുവിന് ഇന്ന് നോമ്പ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവനെ വിളിക്കണം. വിളിച്ചുണർത്തലാണല്ലോ നമുക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്. പിന്നെ ഫാനൊക്കെ ഒന്ന് ഓഫാക്കിയതാ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ കിച്ചണിലേക്ക്. അപ്പോൾ നല്ല ഇരുട്ട് തന്നെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങുകയാണ്. പിന്നെ ലൈറ്റൊക്കെ ഇട്ട് ഞാനൊന്ന് കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് കമൻറ്റിലായിട്ടും പേഴ്സണലായിട്ടും ഒക്കെ എന്നോട് കുറച്ച് പേര് പറഞ്ഞിരുന്നു ടോ എന്നുള്ളത് കുറച്ച് കുറക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട് കേട്ടോ, കാരണം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുമ്പോൾ. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ് ശീലമായതുകൊണ്ടാണ് ആ ടോ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഇന്നത്തെ സംസാരത്തിലൊരു തപ്പിത്തടച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. കുട്ടികളൊക്കെ വിളിച്ച് ഞാൻ റെഡിയാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനിതാ ചോറൊക്കെ വിളമ്പിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഫത്തു നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല, എത്രത്തോളം പോകുന്നൊന്നും അറിയില്ല. കഴിഞ്ഞ വർഷം ഒരു നോമ്പെടുത്തിരുന്നു, വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ നല്ല വെയിലും ചൂടും ആണല്ലോ, ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ എടുപ്പിക്കുമ്പോൾ. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആൾ നോമ്പ്, അൽഹംദുലില്ലാ. അപ്പോൾ അതാ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ നന്നായിട്ട് കഴിക്കുമല്ലോ. അപ്പോൾ പിന്നെ അത് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാറ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞത് ഞാൻ കിച്ചണൊക്കെ അപ്പം തന്നെ ക്ലീൻ ആക്കിയിടും. പിന്നെ നമ്മൾ എപ്പോഴാണോ കിച്ചണിലേക്ക് വരുന്നത് അപ്പോഴാണല്ലോ നോമ്പൊക്കെ ആകുമ്പോൾ പിന്നെ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ട് എനിക്ക് രാവിലെ വന്നിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ
കിച്ചൺ എപ്പോഴായാലും നമ്മളെപ്പം എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും അപ്പം ക്ലീനാക്കി അങ്ങിടുക. എന്നാൽ പിന്നെ നമ്മൾ പിന്നെ വരുന്നൊരു സമയത്ത് നല്ലൊരു ഇഷ്ടമായിരിക്കും കേട്ടോ നമുക്ക് കിച്ചണിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചിട്ടതിന് ശേഷം ഞാനും പത്തും ഒക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. മീനും റെനിയും നിസ്കരിച്ചിട്ട് കിടന്നിട്ടുണ്ട്. അവർക്ക് ക്ലാസ് ഉണ്ട് പിറ്റേ ദിവസം, അപ്പോൾ പിന്നെ വേഗം കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. പത്തു പിന്നെ എന്നെ കാത്തു നിൽക്കും കേട്ടോ നിസ്കരിക്കാൻ, എൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞ് പത്തു കിടന്നിട്ടുണ്ട്, ഞാൻ ഓതാനും ഇരുന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പത്തുവിന് ക്ലാസ് പോകാൻ ടൈമായി, അവൾ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ റെസ്റ്റ് എടുക്കലും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 2:30-3 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. നമ്മൾ കുഞ്ഞിപ്പത്തിരിയും ചിക്കൻ കറിയും ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ സ്നാക്സായിട്ട് നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എന്നാൽ പിന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ, നമ്മൾ വേഗം തന്നെ ഇങ്ങനെ കിച്ചണിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത്ര ഒരു പ്രയാസം തോന്നില്ല. നമ്മൾ കുറച്ച് വൈകിട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്യണമല്ലോ, അങ്ങനെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ എവിടേക്കെങ്കിലും പോയിട്ട് വന്നിട്ടൊക്കെ ചെയ്യുകയാണെങ്കിലാണ് അങ്ങനെ ആവുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ട് വേഗം വേഗം എല്ലാ കാര്യങ്ങളും ചെയ്യും. ചിക്കൻ തേങ്ങ അരച്ച കറിയും കുഞ്ഞിപ്പത്തിരിലേക്കും തേങ്ങ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഇങ്ങനെ 2 സവാള അരിഞ്ഞിട്ട് അതും എല്ലാ സാധനങ്ങളും ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് വിസിൽ വരുത്തിയിട്ട് പിന്നെ അതിലേക്ക് തേങ്ങ വറുത്തരക്കലാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ തൊലിച്ച് റെഡിയാക്കി വെക്കുക എന്നല്ലാതെ ക്ലീൻ ചെയ്തൊക്കെ വെക്കും. പക്ഷേ ഞാനിങ്ങനെ ചതച്ചിട്ടാണ് കേട്ടോ കറിയിലേക്കൊക്കെ ഇടുമ്പോൾ കൂടുതൽ ടേസ്റ്റ്. നമ്മളിങ്ങനെ പേസ്റ്റാക്കി ഇടുന്നതിലും എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ ആക്കിയിടുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ കിട്ടാന്ന് കേട്ടോ എനിക്ക് തോന്നുക. അപ്പോൾ അത് അങ്ങനെ റെഡിയാക്കിയതിന് ശേഷം അതാ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കറി അവിടെ റെഡി ആയിക്കോളും. അപ്പോഴേക്കും നമ്മളെ പത്തിരിപ്പൊടീൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പത്തിരിക്ക് വാട്ടുന്നത് പോലെ തന്നെ വാട്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക. പിന്നെ നമ്മൾ ഒറോട്ടിപ്പൊടി കൊണ്ട് ഉണ്ടാക്കും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് സോഫ്റ്റ് അല്ല എന്നല്ല, എനിക്ക് ഈ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനെ വാട്ടിയ പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ ഒന്ന് അവിടെ ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ചിനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. അതിന് വേണ്ടിയിട്ട് കാബേജ്, ക്യാരറ്റ്, കക്കിരി പിന്നെ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളടുത്തുള്ളതിനനുസരിച്ച് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ നമ്മളടുത്ത് എല്ലാ സാധനങ്ങളും റെഡി ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ, ഒരുപാടുണ്ടാവും അതിലേക്ക്. പിന്നെ നമ്മൾ മയോണൈസോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ നമുക്കൊരു ബ്രെഡ് ഫുള്ളായിട്ടും ഒരു പാക്കറ്റ് ബ്രെഡ് ഫുള്ളായിട്ടും വേണം, എന്നാലേ കുട്ടിക്ക് ശരിക്കും കഴിക്കാൻ ഉണ്ടാവുള്ളൂ. പിന്നെ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സംഭവങ്ങളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ഒക്കെ ഞാൻ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും, കാരണം കുറച്ച് വെജിറ്റബിൾസും അകത്തെത്തുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ അരിഞ്ഞതിന് ശേഷം ഒക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാൻ മയോണൈസ് ആക്കിയിട്ട് അതും ഇട്ട് കൊടുക്കും. കുറച്ച് ചില്ലി ഫ്ലേക്സും ഒരു നുള്ള് കുരുമുളക് പൊടിയാണ് ആ വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ ബ്രെഡിലും നമ്മൾ കെച്ചപ്പ് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കെച്ചപ്പ് ഇങ്ങനെ ഒന്നായിട്ടും ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമ്മൾ മയോണൈസും കൂട്ടി ഇങ്ങനെ കുഴച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് ഇതിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം. പിന്നെ മറ്റേ നമ്മൾ കെച്ചപ്പാക്കിയൊരു ഇതില്ലേ ബ്രെഡ്, അതും കൂടി ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ ഓരോ ബ്രെഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 2 എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എത്രയാണോ നമ്മളെ ബ്രെഡ് ഉള്ളത് അതിനനുസരിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് നമ്മൾ ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദയും കൂടിയിട്ട് കുറച്ച് വെള്ളവും ഉപ്പും ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിലൊന്നിങ്ങനെ മുക്കിയിട്ടാണ് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് തവയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടേണ്ടത്. പിന്നെ അതാ ഞാൻ കുറച്ച് കൂവപ്പൊടി കലക്കിയിട്ട് അങ്ങനെ കൂവ കാച്ചൂലേ, അതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പാലും വെള്ളവും കൂവപ്പൊടിയൊക്കെ അതിലേക്ക് കലക്കി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ കൂവ വെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മളെ സാൻഡ്വിച്ച്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അതവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്.
പിന്നെ കൂവ കാച്ചുന്നതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ യൂറിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം വെള്ളം കുടിക്കുന്ന ആ ഒരു കുറവൊക്കെ ഈ ഒരു കൂവ കാച്ചിയത് നികത്തിക്കോളൂ. അപ്പോൾ ഞാൻ ഇത് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്, നോമ്പാണെങ്കിലും അല്ലെങ്കിലൊക്കെ അധികവും നമ്മൾ കൂവ കാച്ചും. ബാങ്ക് കൊടുക്കാനൊക്കെ ഏകദേശം ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാ സാധനങ്ങളും ടേബിളിലേക്ക് എടുത്തു വെക്കുകയാണ്. കുട്ടികൾക്ക് ഇങ്ങനെ ജാറിൽ ജ്യൂസ് കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത് അങ്ങനെ ആക്കി കൊടുക്കുകയാണ്. വെറുതെ പ്ലെയിൻ ആയിട്ട് അടിച്ചിട്ടുള്ളൂ കേട്ടോ, സാധാ വെള്ളത്തിലാണ് ഞാൻ ജ്യൂസ് അടിച്ചിട്ടുള്ളത്. നമ്മൾ നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിൽ ഫസ്റ്റ് തന്നെ നമ്മൾ തണുത്ത വെള്ളം അങ്ങനെ കുടിക്കരുതല്ലോ. അപ്പോൾ 13 മണിക്കൂർ നമ്മൾ വെള്ളമൊന്നും ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളം ചെല്ലുമ്പോൾ കിഡ്നിക്ക് ഭയങ്കര കേടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സാധാ വെള്ളത്തിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു വെള്ളം വേണമല്ലോ. അപ്പോൾ സാധാ വെള്ളവും ഈത്തപ്പഴവും ആദ്യം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ജ്യൂസൊക്കെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാ ഫ്രൂട്ട്സ് ഉണ്ട്, മുന്തിരിയാണുള്ളത്. പിന്നെ നമ്മളെ സാൻഡ്വിച്ചും ഈത്തപ്പഴവും ജ്യൂസും നമ്മളെ കൂവ കാച്ചിയതൊക്കെ ആയിട്ട് അതാ നമ്മൾ നോമ്പ് തുറക്കുകയാണ്. അൽഹംദുലില്ലാ റാഹത്ത് തന്നെയായിരുന്നു നമ്മളെ ഫസ്റ്റ് നോമ്പ് തുറ. പിന്നെ നമ്മളിതൊക്കെ കഴിച്ച് നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ രാത്രിയിലുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. Thanks for watching. Bye.